കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 6 കോടി രൂപയുടെ കൊക്കൈനുമായി കെനിയൻ പൗരൻ മിഷേൽ എൻഗംഗയാണ് പിടിയിലായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കൊക്കൈൻ കടത്താൻ ശ്രമിച്ചു. DRI നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ പിടികൂടിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വിശദാംശങ്ങൾ. ആതിര, ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ കെനിയൻ പൗരനിൽ നിന്നും ഇത്തരത്തിൽ കൊക്കൈൻ പിടികൂടിയത്. ഇത് കൊക്കൈൻ ഗുളികകളിൽ ഒളിപ്പിച്ച് കടത്തിയ നിലയിലായിരുന്നു. ഇത് വിഴുങ്ങിയ നിലയിലായിരുന്നു. ഇദ്ദേഹത്തെ പിടികൂടിയ ശേഷം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഇത് പുറത്തെടുക്കുകയും തുടർന്ന് രാസപരിശോധനകൾ നടത്തി. ആ രാസപരിശോധനയിലാണ് കൊക്കൈനാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇന്നാണ് അത്തരത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ DRIയുടെ അന്നത്തെ കണ്ടുപിടുത്തത്തിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത്. എന്തു തന്നെയായാലും 6 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 668 ഗ്രാം കൊക്കൈനാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ 50 ഗുളികകളിലാക്കിയാണ് കടത്തിയിരുന്നത്. ഇത്തരത്തിൽ നെടുമ്പാശ്ശേരിയിൽ പിടികൂടുന്ന വലിയ ഒരു കൊക്കൈൻ വേട്ട തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റുമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എത്യോപ്യയിൽ നിന്നാണ് മിഷേൽ കൊച്ചിയിലേക്ക് എത്തിയതെന്നാണ് വ്യക്തമായിട്ടുള്ളതും. ആതിര, ശരി, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് വിശദ വിവരങ്ങൾ നൽകിയത്.